അതായത് തന്ത്രി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അത് കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പരശുരാമനാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ മൊത്തത്തിൽ നിർമ്മിച്ചു എന്നൊരു കഥ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ബ്രാഹ്മണന്മാർക്ക് വേദങ്ങളൊക്കെ കുറച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ ഗ്രേഡിലുള്ളവരെ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട്, അറിഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ഹയർ ഗ്രേഡിലുള്ള കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഗോദാവരി തീരത്ത് നിന്ന്, ആന്ധ്രയുടെ തീരത്ത് നിന്ന് കൊണ്ടുവന്നുവെന്നും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മിടുക്കന്മാരാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു, വെള്ളപ്പൊക്കത്തിലൂടെ നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുകയും ഗോദാവരിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ എന്ന് പറഞ്ഞാൽ തറയിൽ ചവിട്ടിയായിരിക്കും വന്നാൽ വെള്ളത്തിനോടൊപ്പം സഞ്ചരിച്ച് ഇവിടെ എത്തിയ ആളുകളെ തരണനല്ലൂർ, തരണം എന്ന് പറഞ്ഞാൽ തരണം ചെയ്തവർന്നാണ്, നല്ല വെള്ളം തരണം ചെയ്ത് വന്നവർ തരണനല്ലൂർക്കാരും ആയിട്ടുള്ള ഒരു കുടുംബത്തെ തൃശ്ശൂർ കൊണ്ടുവരികയും വെള്ളം ഒന്ന് കുറഞ്ഞ് മണ്ണിൽ ചവിട്ടി, വെള്ളത്തെ വകഞ്ഞു മാറ്റിയോ കുറഞ്ഞോ മണ്ണിൽ ചവിട്ടി വന്നവര് താഴമൺകാരെന്ന് വന്നു അവരെ ചെങ്ങന്നൂരും കൊണ്ടുവരുന്നുണ്ട്. അവർ ചെങ്ങന്നൂര് വന്നതിന് ശേഷം പിന്നെ നടക്കുന്ന കഥയാണ് വളരെ രസകരമായ. ആ താഴമൺ കുടുംബത്തിലുള്ളവർക്ക് 3 കാര്യങ്ങളാണ്. ഉപനയനം നമുക്കറിയാം, എല്ലാവർക്കും പോറ്റിയാവണ ഉപനയനം കഴിയണം. പരാവർത്തനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് കഴിയണം. അത് കഴിഞ്ഞാൽ ആ പൂജയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഈ കണ്ഠരരു എന്ന പേരെങ്ങനെ വന്നു. നല്ല രസമാണ്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്, ഞാനും ഒക്കെ ധരിച്ചിരുന്ന അങ്ങനെയാണ്, ഈ താഴമൺ കുടുംബത്തിൽ ജനിക്കുന്ന ആരും കണ്ഠരരുവാണ് എന്ന് നമ്മൾ ഏത് കുട്ടി ജനിച്ചാലും ഉടനെ കണ്ഠരരു എന്ന് പേരിടാം. തെറ്റ്. അവിടെ നിന്ന് തുടങ്ങുന്ന അടിസ്ഥാന പ്രശ്നം. അങ്ങനെ അവർക്ക് എല്ലാവർക്കും കണ്ഠരരു ആകാൻ പറ്റില്ല. കണ്ഠരുരുവാണ്, കണ്ഠരുരു ആകാൻ പറ്റില്ല. അതായത് അവിടെ ഇത് പഠിച്ചതിന് ശേഷം, ഉപനയനമൊക്കെ കഴിഞ്ഞ് വേദമന്ത്രങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ 3 വർഷം പോയിരുന്ന് കണ്ഠരുരു തന്റെ കണ്ഠം കൊണ്ട്, അതായത് തൊണ്ട കൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ട് 3 വർഷം അവിടെ ചെലവഴിക്കണം. അങ്ങനെ 3 വർഷം ചെലവഴിച്ചുള്ള ഒരു PhD ആണത്. വേദ അധികാരമനുസരിച്ചും വേദമന്ത്രങ്ങൾ അനുസരിച്ചും ആഗമ സിദ്ധാന്തം അനുസരിച്ചും ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിൽ 3 വർഷം തന്റെ കണ്ഠം കൊണ്ട് കാര്യങ്ങൾ ഉരുവിട്ട് പഠിച്ച് അതിലൊരു ഡിഗ്രി പാസ്സാകുമ്പോഴൊന്നും പരീക്ഷ എഴുത്തില്ല, അതിൽ പ്രഗത്ഭനാകുന്ന ആളാണ് കണ്ഠരുരു. അല്ലാതെ താഴമൺ കുടുംബത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് കണ്ഠരരു ആകാൻ പറ്റിയില്ല.